ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൂൽ പൊറോട്ടയാണിത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വെള്ളത്തിൽ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയല്ല ഇത് നല്ല ഈസി ആയിട്ട് നല്ല പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വീശി അടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൊറോട്ടയുടെ വീഡിയോയും ഒരു 3-4 ടൈപ്പ് പൊറോട്ടയുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു നൂൽ പൊറോട്ട റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മധുരത്തിനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരത്തിന് മാത്രമല്ല, ഒരു കളറ് നല്ല മുരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൂടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. സോഡയുടെ അളവ് കൂടിപ്പോകരുത്, ഒരു നുള്ള് മാത്രമേ ചേർക്കാവൂ. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുട്ട ചേർക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കട്ടകളില്ലാതെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ബാറ്റർ ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല, എന്നാൽ കൂടുതൽ ലൂസ് ആവാനും പാടില്ല. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പിൻ്റെ ബോട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കണം. ഒരു റബ്ബർ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിയിട്ട് വേണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ചെറിയൊരു ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറുതായിട്ട് മാത്രം കട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് മാത്രം ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. ഇതുപോലെ വട്ടത്തിലും ഒക്കെ ആയിട്ട് അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഹോള് വലുതാക്കിയിട്ട് കട്ട് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറച്ച് ഓയിലൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ഓയിലായി പോവും. ഇതുപോലെ 2-3 തുള്ളി ഓയിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. വലിയ പാനായതുകൊണ്ട് എനിക്ക് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ ഒരു സമയത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ 2 സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് മൊരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല.
അപ്പോൾ ഈ ഒരു നൂൽ പൊറോട്ട ഉണ്ടാക്കി നോക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വീശി അടിച്ചിട്ടുള്ളതോ അല്ലാതെ തന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നൂൽ പൊറോട്ടയാണിത്. ടേസ്റ്റും അത്യാവശ്യം ടേസ്റ്റുണ്ട്. മറ്റേ പൊറോട്ടയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്